അപ്പോൾ കണ്ടിന്യൂസ് ഓഡിറ്റിൽ പറയുന്നത് മെയിൻലി ഒരു ഫിക്സഡ് ഇൻ്റർവെൽ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും ഓഡിറ്റർ. അപ്പോൾ ആ ഒരു പീരീഡ് ഓഫ് ടൈമിലായിരിക്കും ഈ കണ്ടിന്യൂസ് ഓഡിറ്റ് ചെയ്യുന്നുണ്ടാവുക. അത് മേ ബി 1 മന്ത് ആവാം, 6 മന്ത് ആവാം. അത് ഏത് ഇൻ്റർവെല്ലാണോ ഫിക്സ് ചെയ്തത് ആ ഇൻ്റർവെല്ലിൽ ഓഡിറ്റർ വന്നിട്ടായിരിക്കും ചെക്ക് ചെയ്യുന്നുണ്ടാവുക. അത് കണ്ടിന്യൂസ് ആയെന്ന് പറഞ്ഞാൽ ഇയർ എൻഡിൽ തന്നെയാണ് കംപ്ലീറ്റ്ലി വരിക, പക്ഷേ ആ പീരീഡ് ഓഫ് ടൈമിലും ഓഡിറ്റർ അവിടെ വരുന്നുണ്ടാവും. അപ്പോൾ ഓഡിറ്റർ വിൽ ബി ഇൻവോൾവിങ് ഇൻ ദ ഹോൾ പീരീഡ് ഓഫ് ഓഡിറ്റിംഗ്. ഒരു ഇയർ മൊത്തം അവിടെ ഓഡിറ്റിംഗ് നടക്കുന്നില്ലേ, ഒരു പീരീഡ് ഓഫ് ടൈമിലും വരുന്നുണ്ട്, ഇയർ എൻഡിലും കംപ്ലീറ്റ് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യാനും ഓഡിറ്റർ അവിടെ വരുന്നുണ്ടാവും. The auditor carries out the process of audit continuously throughout the accounting period at intervals fixed by him. ഏതെല്ലാം ഇൻ്റർവെല്ലാണ് ഫിക്സ് ചെയ്തത് ആ ഇൻ്റർവെല്ലിൽ വന്നിട്ട് അവർ ചെക്ക് ചെയ്തിട്ട് പോകുന്നുണ്ടാവും. നെക്സ്റ്റ് അതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ ഡീറ്റെയിൽഡ് ചെക്കിംഗ് ആയിരിക്കും. അതായത് ഇടയ്ക്കിടയ്ക്ക് ആ ഒരു റെഗുലർ ടൈമിൽ വരുന്നതുകൊണ്ട് ഡീറ്റെയിൽഡ് ചെക്കിംഗ് പോസിബിൾ ആയിരിക്കും. പിന്നെ ഈസി ആൻഡ് ക്വിക്ക് ഡിറ്റക്ഷൻ ഓഫ് എറേഴ്സ് ആൻഡ് ഫ്രോഡ്. ഇപ്പോൾ ഫ്രോഡും എറേഴ്സൊക്കെ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. തേർഡ് വൺ അപ് ടു ഡേറ്റ് അക്കൗണ്ടിങ് റെക്കോർഡ്സ്. റെഗുലർലി വിസിറ്റ് ചെയ്യുന്നതുകൊണ്ട് അക്കൗണ്ട്സ് ഒക്കെ കൃത്യമായിട്ട് അപ് ടു ഡേറ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. ഫോർത്ത് വൺ ഏർലി ഫൈനലൈസേഷൻ ഓഫ് അക്കൗണ്ട്സ്. ഫൈനൽ അക്കൗണ്ട്സ് ഒക്കെ ആ ഒരു ഡേറ്റിന് മുന്നേ അവർക്ക് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. ഫിഫ്ത്ത് വൺ ഗ്രേറ്റർ മോറൽ ചെക്കാണ്. ഫ്രീക്വൻ്റ് ആയിട്ട് വിസിറ്റ് ചെയ്യുന്നതുകൊണ്ട് എന്തുണ്ടാവും, അവിടുത്തെ എംപ്ലോയീസ് ഒന്നും ഒരു ഫ്രോഡ് ചെയ്യാണ്ടൊക്കെ നോക്കുക. ഒരു മോറൽ ചെക്ക് പോലെയാണ് എംപ്ലോയീസിന് മേലെ. അവർ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ, ഫ്രോഡ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളൊരു മോറൽ ചെക്കാണ്. പിന്നെ ഓഡിറ്ററിന് ടെക്നിക്കാലിറ്റീസ് പെട്ടെന്ന് അറിയാൻ വേണ്ടി പറ്റും. അതായത് എങ്ങനെയാണ് ബിസിനസ് ചെയ്യുന്നത്, അങ്ങനത്തെ കാര്യങ്ങൾക്കെല്ലാം പ്രോപ്പർലി ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് കണ്ടിന്യൂസ് ഓഡിറ്റിൽ ഉണ്ടാവും. പിന്നെ ഓഡിറ്റിംഗ് എഫിഷ്യൻറ്റ് മാനറിൽ ഉണ്ടാവും. അതേപോലെ ഇൻ്ററിം ഓഡിറ്റിങ്ങും അങ്ങനത്തെ കാര്യങ്ങൾ, ഇൻ്ററിം ഡിവിഡൻഡൊക്കെ ഈ കണ്ടിന്യൂസ് ഓഡിറ്റിൽ നമുക്ക് പെട്ടെന്ന് ആക്കാൻ വേണ്ടി പറ്റും. ബിക്കോസ് ഫിക്സഡ് ഇൻ്റർവെല്ലിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ, അപ്പോൾ അക്കൗണ്ട്സ് ഒക്കെ അപ് ടു ഡേറ്റ് ആയിട്ടും ഉണ്ട്. അപ്പോൾ ഇൻ്ററിം ഡിവിഡൻഡൊക്കെ ഡിക്ലെയർ ചെയ്യാൻ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. പിന്നെ ഓഡിറ്ററുടെ കയ്യിലുള്ള സജഷൻസും അഡ്വൈസൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ടും ഈ ഒരു കണ്ടിന്യൂസ് ഓഡിറ്റ് പെട്ടെന്ന് ഹെൽപ്പാവും. അപ്പോൾ ഇതൊക്കെയാണ് അഡ്വാൻറ്റേജസിൽ പറയുന്നത്. ഡീറ്റെയിൽഡ് ചെക്കിംഗ് പറഞ്ഞു, പെട്ടെന്ന് എറേഴ്സ് ആൻഡ് ഫ്രോഡ് ഡിറ്റക്ട് ചെയ്യാം, പിന്നെ റെക്കോർഡ്സൊക്കെ അപ് ടു ഡേറ്റ് ആയിട്ടുണ്ടാവും, പെട്ടെന്ന് നമുക്ക് അക്കൗണ്ട്സ് ഫൈനലൈസ് ചെയ്യാം, പിന്നെ എംപ്ലോയീസിൻ്റെ മേലെ ഒരു മോറൽ ചെക്ക് പോലെയാണ് ഫ്രോഡ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്. ഓഡിറ്ററിന് അവിടുത്തെ ടേംസും കാര്യങ്ങളും എല്ലാം നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഓഡിറ്റിംഗ് എഫിഷ്യൻ്റ് രീതിയിൽ മാറ്റാൻ വേണ്ടി പറ്റും. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ, സ്റ്റേറ്റ്മെൻറ്റ്സ് പെട്ടെന്ന് പ്രിപ്പയർ ചെയ്യാം. പിന്നെ ഓഡിറ്ററുടെ കയ്യിൽ നിന്ന് നമുക്ക് സജഷൻസും കാര്യങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി പറ്റും. നെക്സ്റ്റ് ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ ഓൾട്ടറേഷൻ ഓഫ് ഫിഗേഴ്സ്. മേ ബി ഒരു മന്ത് ഫിക്സഡ് ടൈം കഴിഞ്ഞിട്ട് മന്ത്ലി ഒക്കെ ആയിരിക്കും ചിലപ്പോൾ വരുന്നുണ്ടാവുക, അല്ലെങ്കിൽ 2 മന്ത്സ് ഒരു ഇൻ്റർവെൽ ഫിക്സ് ചെയ്ത പീരീഡിലായിരിക്കും ഓഡിറ്റർ വരുന്നുണ്ടാവുക. അപ്പോൾ അതിന് ശേഷം ആ ക്ലയൻറ്റ് സ്റ്റാഫിന് എന്ത് ചെയ്യാം, അല്ലെങ്കിൽ ആ ഓർഗനൈസേഷനിലെ സ്റ്റാഫ് എന്ത് ചെയ്യാം, അതിലെ എമൗണ്ട് മാറ്റാം, ഫിഗേഴ്സ് മാറ്റാം, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ അടുത്ത പ്രാവശ്യം ഓഡിറ്റർ വരുമ്പോൾ അതിന് ശേഷമുള്ള വർക്കല്ലേ നോക്കുക, മുന്നേ എല്ലാം ആക്കി വെച്ചതായിരിക്കും അല്ലേ. അപ്പോൾ ഓൾട്ടറേഷൻ ഓഫ് ഫിഗേഴ്സ് അവിടെ പെട്ടെന്ന് പറ്റും. പിന്നെ ഇൻവോൾവ്സ് മച്ച് ടൈം, കൂടുതൽ ടൈം ഇതിന് സ്പെൻഡ് ചെയ്യേണ്ടി വരും. പിന്നെ എക്സ്പെൻസീവ് ആണ്, അൺഎക്കണോമിക്കലാണ്. അതായത് കുറേ ഒരു 1 ഇയർ മൊത്തം വേണം. അപ്പോൾ ഇത് ഇടയ്ക്കിടയ്ക്ക് വരും വേണം ഫിക്സഡ് ഇൻ്റർവെല്ലിൽ. അപ്പോൾ കൂടുതൽ ഫണ്ടിങ് ഓഡിറ്റിങ്ങിന് കൊടുക്കേണ്ടി വരും ഓർഗനൈസേഷൻ. പിന്നെ ഡിസ്ലൊക്കേഷൻ ഓഫ് ക്ലയൻറ്റ് വർക്ക് എങ്ങനെ ഡിസ്ലൊക്കേറ്റഡ് ആവുക, അതായത് ഓഡിറ്റർ ഈ ഒരു ഓർഗനൈസേഷനിൽ ഒരു ചിലപ്പോൾ സർപ്രൈസ് വിസിറ്റ് വരാം, ചിലപ്പോൾ ഓരോ ടൈം പീരീഡിൽ വന്നുകൊണ്ടേ ഇരിക്കാം. അപ്പോൾ ഇവർക്ക് അവിടെയുള്ള ഓർഗനൈസേഷനിലെ സ്റ്റാഫിന് ഇത് ശരിക്കും ഒരു ഡിസ്റ്റർബൻസ് ആണ്. ഇവരിടയ്ക്കേ വന്ന് ചെക്ക് ചെയ്യുക, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോ ടാസ്ക് പറയുക, ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിട്ട് തോന്നുന്നുണ്ടാവും. അവരെ വർക്ക് പ്രോപ്പർലി ചെയ്യാൻ വേണ്ടി പറ്റൂല, അങ്ങനെ ഒരു രീതിയായി മാറും. ലോസിങ് ദ ത്രെഡ് ഓഫ് ദ വർക്ക്. ചിലപ്പോൾ പ്രീവിയസ് ടൈമിൽ ഓഡിറ്റിംഗ് ഒരു ഓഡിറ്റർ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെച്ചില്ല, അങ്ങനെയൊക്കെ ചെയ്താൽ ഒരു ത്രെഡ് ഓഫ് വർക്ക് ലോസ് ചെയ്യുന്ന പോലെ ഉണ്ടാവും. കണ്ടിന്യൂസ് ഓഡിറ്റിൽ അതിങ്ങനെ കണ്ടിന്യൂ ആയിട്ട് പോകുന്നതായിരിക്കും. അപ്പോൾ എവിടെ നടുക്ക് എന്തെങ്കിലും പറ്റിയാൽ, അല്ലെങ്കിൽ നടുക്ക് നോക്കിയിട്ടില്ല, അങ്ങനെ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ
അത് കംപ്ലീറ്റ്ലി ആ ഓഡിറ്റിംഗ് എഫക്റ്റ് ആവുന്നുണ്ടാവും. അതാണ് ലോസിങ് ദ ത്രെഡ് ഓഫ് ദ വർക്ക് എന്ന് പറയുന്നത്. കംപ്ലീറ്റ്ലി എന്തെങ്കിലും പ്രോപ്പർലി നോട്ട് ചെയ്തിട്ടില്ല, അങ്ങനത്തെ എന്തെങ്കിലും ചെയ്തിട്ടില്ലെങ്കിൽ കംപ്ലീറ്റ് ആ പ്രീവിയസ് വർക്കിലെ കാര്യങ്ങളും എല്ലാം വേസ്റ്റ് ആയിട്ട് മാറും. പിന്നെ മെക്കാനിക്കലാണ്, ഒരു മൊണോട്ടോണി പോലെ, ഒരു കോപ്പി പേസ്റ്റ് അടിക്കുന്ന പോലെ ഇടയ്ക്കിടയ്ക്ക് ഫ്രീക്വൻറ്റ് വിസിറ്റ് ഒരുമാതിരി കണ്ടിന്യൂസ് ആയിട്ടുള്ള മെക്കാനിക്കൽ ജോബായി മാറും. അപ്പോൾ ഇതൊക്കെയാണ് കണ്ടിന്യൂസ് ഓഡിറ്റിലെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും. ഡിസഡ്വാൻറ്റേജിൽ കാര്യമായിട്ടൊന്നുമില്ല, ഫിഗേഴ്സ് ഓൾട്ടർ ചെയ്യുന്നത് പെട്ടെന്ന് പറ്റും, ടൈം ഇൻവോൾവ്മെൻറ്റ് കൂടുതൽ ടൈം വേണം, പിന്നെ എക്സ്പെൻസീവ് ആണ്, പിന്നെ എംപ്ലോയിൻ്റെ സ്റ്റാഫിന് കൃത്യമായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റണമെന്നില്ല, ഈ ഓഡിറ്റിന് ഒരു ഡിസ്റ്റർബൻസ് ആയിട്ട് തോന്നും. അതാണ് ഡിസ്ലൊക്കേഷൻ ഓഫ് ക്ലയൻറ്റ് വർക്ക്. ലോസിങ് ദ ത്രെഡ് ഓഫ് ദ വർക്ക് എന്ന് പറയുന്നത് പ്രീവിയസിൽ കൃത്യമായിട്ട് നോട്ട് ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ അടുത്ത് വരുമ്പോൾ ആ ഒരു ചെയിൻ നഷ്ടപ്പെടുന്ന പോലെ ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു ത്രെഡ് ഓഫ് വർക്ക് നഷ്ടപ്പെടുന്ന പോലെ ഉണ്ടാവും. പിന്നെ മെക്കാനിക്കലും ആണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് പെർഫോമൻസ് ഓഡിറ്റാണ്. ഇത് 1 മാർക്കിന് ചോദിക്കുന്നതാണ്. മെയിൻലി ഒരു ടാർഗറ്റഡ് പെർഫോമൻസ് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് ഓഡിറ്റർ വിൽ ഇവാലുവേറ്റ് ദ പെർഫോമൻസ് ഓഫ് ദ കൺസേൺ വിത്ത് പ്രീ ഡിറ്റർമൈൻഡ് ടാർഗറ്റ്. ഒരു പ്രീ ഡിറ്റർമൈൻഡ് ടാർഗറ്റ് വെച്ചിട്ട് ഒരു കമ്പനിയിലെ പെർഫോമൻസ് അനലൈസ് ചെയ്യലാണ് പെർഫോമൻസ് ഓഡിറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഒബ്ജക്റ്റീവ് ഓഫ് ഓഡിറ്റിംഗ് ആണ്. അതിൽ പ്രൈമറി ഒബ്ജക്റ്റീവ്, ഓഡിറ്റിങ്ങിൻ്റെ പ്രൈമറി ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് നമ്മളെന്താണ്, ബാലൻസ് ഷീറ്റും പ്രോഫിറ്റ് ആൻഡ് ലോസും കൃത്യമായിട്ട് ഡ്രോ ചെയ്യുന്നുണ്ടോ, നമ്മളൊരു അക്കൗണ്ട്സ് നോക്കിയിട്ട് ആ ബാലൻസ് ഷീറ്റും പ്രോഫിറ്റ് ആൻഡ് ലോസും കൃത്യമായിട്ട് ഡ്രോ ആവുന്നുണ്ടോ, അതാണ് നോക്കുന്നുണ്ടാവുക. ഫെയർ ആൻഡ് വാല്യൂ ഒരു ബാലൻസ് ഷീറ്റും കാണിക്കുന്നുണ്ടോ, അതായത് ഓർഗനൈസേഷനിലെ ബാലൻസ് ഷീറ്റ് ട്രൂത്ത് ആൻഡ് ഫെയർ വാല്യൂ ആയിട്ട് കാണിക്കുന്നുണ്ടോ, ആ ബിസിനസ് ട്രാൻസാക്ഷൻ ട്രൂത്ത്ഫുൾ ആണോ, ഇതൊക്കെയാണ് നമ്മൾ പ്രൈമറി ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഓഡിറ്റിങ്ങിൻ്റെ. നെക്സ്റ്റ് സബ്സിഡറി ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഡിറ്റക്ഷൻ ആൻഡ് പ്രിവെൻഷൻ ഓഫ് എറർ. എറർ എന്ന് പറയുന്നത് ചിലപ്പോൾ അറിയാണ്ട് ഇന്നസെൻസ് അല്ലെങ്കിൽ കെയർലെസ് കൊണ്ട് പറ്റുന്ന മിസ്റ്റേക്കാണ് എറർ. അപ്പോൾ എറർ എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ, എററിൻ്റെ കുറേ ക്ലാസിഫിക്കേഷൻസ് ഒക്കെ ഉണ്ട്, എറർ ഓഫ് ഒമിഷൻ, കമ്മീഷൻ, കോമ്പൻസേറ്റിംഗ് എറർ ഒക്കെ ഉണ്ട്. അപ്പോൾ എറർ എന്തെങ്കിലും പറ്റുന്നുണ്ടോ, പിന്നെ ഫ്രോഡ് എന്തെങ്കിലും പറ്റുന്നുണ്ടോ, ഇതൊക്കെ ചെക്ക് ചെയ്യലാണ് ഓഡിറ്റിങ്ങിൻ്റെ സബ്സിഡറി ഒബ്ജക്റ്റീവ്. പ്രൈമറി ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ബാലൻസ് ഷീറ്റും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ട്രൂത്ത് ആൻഡ് ഫെയർ വാല്യൂ ആണോ നോക്കലാണ് പ്രൈമറി ഒബ്ജക്റ്റീവ്. സബ്സിഡറി ഒബ്ജക്റ്റീവ് എററും ഫ്രോഡും ഡിറ്റക്റ്റ് ചെയ്യുക, പ്രിവെൻറ്റ് ചെയ്യുക, പിന്നെ അതുപോലെ തന്നെ അത് തന്നെയാണുള്ളൂ, എററും പ്രിവെൻറ്റ് ചെയ്യുക, ഡിറ്റക്റ്റ് ചെയ്യുക.